രകേഷ് കുമാർ. തിരിച്ചടി എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നാമെങ്കിലും ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള കൂടുതൽ സാധ്യതകൾ തുറന്നു വരുന്നു എന്നാണ് ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ലൈവ് ലോയിലും ബാർ ആൻഡ് ബെഞ്ചിലും ഒക്കെ തന്നെയും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നോക്കൂ, എന്തുകൊണ്ടാണ് SFIO, നമ്മളതിൻ്റെ മെറിറ്റിൽ കാര്യങ്ങൾ വിലയിരുത്തിയാൽ എന്തുകൊണ്ടാണ് SFIO അന്വേഷണം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനും തൈക്കണ്ടിയിൽ വീണയുടെ അഭിഭാഷകനും ഉയർത്തിയിട്ടുള്ളത്. ഞാൻ തന്നെ ഈ ചർച്ചയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ അന്വേഷണം തടയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, അത് രാഷ്ട്രീയമായ രീതിയിൽ UDFന് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിലാണ് ഇതിൻ്റെ കോടതി നടപടികൾ എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായ അഡ്വാൻറ്റേജ് UDF ആണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റോടുകൂടി ഇടപാട് നടത്തി അതിൽ റെക്കോർഡ്സ് ഇല്ല എന്ന ഒറ്റ കാരണത്താൽ അതിൽ SFIO അന്വേഷണം സാധ്യമാണോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അത് SFIO അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് തൈക്കണ്ടിയിൽ വീണയുടെ അഭിഭാഷകൻ പറയുന്നത്. അതല്ല, വരും. ഇതിനകത്ത് 135 കോടി രൂപയുടെ ഇടപാടുണ്ട്. CMRL നടത്തിയിട്ടുള്ള ഒട്ടേറെ ഇടപാടുകൾ ദുരൂഹമാണ് എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് കോടതി അന്തിമമായി ഇവരുടെ രണ്ടുപേരുടെയും വാദത്തിൽ വിധിന്യായം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നാളെ രാവിലെ 10:30 മണിക്ക് അറിയാൻ കഴിയൂ നമുക്ക്. KSIDC എന്നാൽ തൈക്കണ്ടിയിൽ വീണയുടെ അഭിഭാഷകൻ കൺസീഡ് ചെയ്തതുപോലെ KSID എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി, അദ്ദേഹം വ്യവസായ മന്ത്രി അല്ല എങ്കിൽ തന്നെയും CMRLനെ കൊണ്ട് ഇങ്ങനെയൊരു ഇടപാട് നടത്തിച്ചു, അതിൽ സമ്മർദ്ദം ചെലുത്തി എന്ന് സ്ഥാപിക്കാൻ സാധിച്ചാൽ മാത്രമാണ് SFIO എന്ന് പറയുന്ന ഒരു വിശാലമായ അന്വേഷണ ഏജൻസിക്ക് സാധ്യതയുള്ളൂ എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെ പറയുകയും ചെയ്തു. അതേതായാലും വാദപ്രതിവാദത്തിൽ അഡീഷണൽ സോളിസിറ്ററിന് സ്ഥാപിക്കാൻ സാധിച്ചതായി എൻ്റെ അറിവിലില്ല. ഞാൻ അതിൻ്റെ പ്രൊസീഡിങ്സ് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി അക്കാര്യത്തിൽ കോടതി എന്താണത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അതിനകത്തൊരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് അറിയാനാകുള്ളൂ എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിലേക്കും ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സുപ്രീം കോടതിയിലേക്കും പോവുക എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ഒരു കക്ഷി എന്നുള്ള നിലയിൽ വീണയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുറച്ചുകൂടി കാര്യങ്ങൾ സുതാര്യമാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നിപ്പോൾ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിനകത്ത് കിഫ്ബി ഇടപാടിൽ നമ്മൾ ആദ്യം കിഫ്ബി ഇടപാടിൽ തോമസ് ഐസക്കിൻ്റെ നോട്ടീസ് കിട്ടിയപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് മറ്റേതൊരു കക്ഷിയെയും പോലെ തോമസ് ഐസക്ക് പോയി അവിടെ EDയുടെ മുമ്പിൽ ഹാജരാകുമെന്നാണ്. പക്ഷേ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് ആ സമൻസ് റദ്ദ് ചെയ്യിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ വീണ്ടും മറ്റൊരു സമൻസ് അയക്കുന്നു. മറ്റൊരു സമൻസ് അയക്കുന്ന ഘട്ടത്തിൽ ആ സമൻസിനോടും തനിക്ക് പ്രതികരിക്കാനാകില്ല, കാരണം ഇതൊരു ശരിയായ രീതിയിലുള്ള അന്വേഷണം അല്ല എന്ന് വാദിക്കുകയും ഒരു തവണയെങ്കിലും പൊയ്ക്കൂടെ എന്നുള്ള ചോദ്യം കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ നിലയിൽ കോടതി നിലപാടെടുക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമായ നിലപാടാണ്. അവിടെ വ്യത്യസ്തമായ നിലപാട് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ നേരത്തെ ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഈ വിഷയത്തിലെ അഴിമതി നിരോധന പ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അത് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് കേരള ഹൈക്കോടതി ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ച് ഓറലായി ഒബ്സർവ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് അഴിമതി നിരോധന നിയമപ്രകാരം ഏതെങ്കിലും തരത്തിൽ കേസില്ല എന്നാണ്, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ തന്നെയും നേരത്തെ ഒരു ഹൈക്കോടതി എടുത്ത തീരുമാനത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തടയേണ്ടതില്ല എന്ന് മാത്രമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെ റൈഡർ ഉണ്ട് എന്നുള്ളത് നമുക്ക് നാളെ രാവിലെ 10:30 മണിക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ആദ്യം തുടക്കത്തിൽ പറയാൻ സാധിക്കുന്നത്. പക്ഷേ അതിനകത്ത് തന്നെ ഈ പറയുന്ന അപ്പീൽ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ ഒക്കെ കേസിൽ കണ്ടതുപോലെ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ EDയുടെ മനസ്സിലുള്ളത് എന്ന് തോമസ് ഐസക്ക് മനസ്സിലാക്കുന്നത് പോലെ തന്നെ വീണ വിജയനും അക്കാര്യത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ SFIOയുടെ മനസ്സിലുള്ളത് എന്നറിയാനുള്ള നിയമ വഴിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള കോടതി നടപടികൾ, ഇനിയുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ നടപടികൾ, വരാനിരിക്കുന്ന സുപ്രീം കോടതി. ഏതായാലും ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഇതേ ഇൻകം ടാക്സ് തന്നെ, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡാണ് അതിൻ്റെ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ആ ട്രിബ്യൂണലിൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കോൺഗ്രസിൻ്റെ റെക്കോർഡ് മരവിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ
കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ തന്നെ കോടതിയിൽ അവർക്കൊക്കെ തന്നെയും നിയമ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിയമ നടപടികളുമായി ഇപ്പോൾ വീണ വിജയന് മുന്നോട്ട് പോകേണ്ടി വരുന്നു, എക്സാലോജിക്കിന് മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത് വലിയ സംഭവമായി കാണേണ്ടതില്ല. നിയമ നടപടിയിലേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ വഴികളാണ്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത നൽകും ഇന്നത്തെ കോടതി നടപടി എന്നാണ് എനിക്ക് പ്രഥമ ദൃഷ്ട്യാ പറയാനുള്ളത്, അല്ലെങ്കിൽ പ്രാഥമികമായി പറയാനുള്ളത്. ശരി, തിരിച്ചടി. Meet the editors.